ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നന്നാവാൻ ഒന്നാവാം, അതായത് നമ്മുടെ അവസാനത്തെ യൂണിറ്റ് ആണ്. നന്നാവാൻ ഒന്നാവാം എന്നാണ് കേട്ടോ യൂണിറ്റിന്റെ പേര്. എന്താ മക്കളെ ഈ പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്? നന്നാവാൻ ഒന്നാവാം അല്ലെ. ഈ ലോകം നന്നാവണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ എല്ലാവരും ഒന്നാവണം. അഥവാ മനുഷ്യര് മാത്രമല്ല, എല്ലാ ജീവികളും ഒന്നായി മുന്നോട്ട് പോയെങ്കിൽ ഈ ലോകം നന്നാവും. നമുക്കവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒരെണ്ണം ഒരു ആന കുഴിയിൽ വീണിട്ടുണ്ട് അല്ലെ. കുഴിയിൽ വീണിട്ട് ആ കുഴിയിലുള്ള വെള്ളം കുറച്ചാളുകൾ വറ്റിക്കുന്നുണ്ട്. അതുപോലെ കുറച്ചാളുകൾ ആനയെ രക്ഷിക്കാൻ കയറെടുത്ത് വരുന്നുണ്ട്. അതുപോലെ JCB എടുത്ത് വരുന്ന ആളുകളെയും നമുക്ക് കാണാം. രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത ഒരു കുട്ടിയാണ്. അവനെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് വീൽ ചെയറിൽ ഉന്തി കൊണ്ടുപോകുന്ന ചിത്രമാണ്. ഇവിടെ എല്ലാം നമുക്ക് ഒരുമയുടെ ഒരു ആശയം കാണാം. ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ സഹോദരൻ അയ്യപ്പൻ എഴുതിയ സമഭാവന എന്ന കവിതയുടെ 4 വരി അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ. വലുതിന്നിര ചെറുതെന്നതു മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നതു തന്നെ നരധർമ്മം, ദൃഢമേവരും ഇവിടെ സുഖമമരേണ്ടവരല്ലോ, സമഭാവന കൈക്കൊള്ളുക സമഭാവന ശരണം. എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ? വലുതിന്നിര ചെറുതെന്നതു മൃഗജീവിത നിയമം. വലുതിന്റെ ഇര, അതായത് വലിയ ജീവികളുടെ ഇര ചെറിയ ജീവികളാണ് എന്നതാണ് മൃഗങ്ങളുടെ ജീവിത നിയമം. എന്നാൽ ചെറുതിൻ തുണ വലുതെന്നതു തന്നെ നരധർമ്മം. മനുഷ്യന്റെ, നരൻ എന്ന് വെച്ചാൽ മനുഷ്യന്റെ ധർമ്മം എന്താണ്? ചെറുതിനെ വലുത് കീഴടക്കുക എന്നതാണോ? അല്ല, മറിച്ച് ചെറുതിന് വലുത് തുണയാവണമെന്നാണ്. അഥവാ ബലഹീനരായവരെ അല്ലെങ്കിൽ ശക്തിയില്ലാത്തവരെ അല്ലെങ്കിൽ കഴിവില്ലാത്തവരെ ശക്തിയുള്ളവർ അല്ലെങ്കിൽ ബലഹീനരല്ലാത്തവർ ചേർത്ത് നിർത്തണം, കഴിവില്ലാത്തവരെ കഴിവുള്ളവർ ചേർത്ത് നിർത്തണം എന്നാണ് മനുഷ്യന്റെ ജീവിതധർമ്മം എന്നാണ് പറയുന്നത്. ദൃഢമേവരും ഇവിടെ സുഖമമരേണ്ടവരല്ലോ, സമഭാവന കൈകൊള്ളുക സമഭാവന ശരണം. എല്ലാവരും ഇവിടെ മരിച്ചു പോവേണ്ടവരാണ്, എല്ലാവരും സമഭാവന കൈക്കൊള്ളുക, അതായത് എല്ലാവരും സമന്മാരാണ് എന്നുള്ള ചിന്ത എല്ലാവരിലും വേണം എന്നാണ് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം താഴെ തന്നിട്ടുണ്ട്. നോക്കൂ. ചിത്രവുമായി ബന്ധപ്പെട്ട ആരാണ് അവകാശി എന്ന കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ആ കഥയും ഈ കവിതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നമുക്കിവിടെ ഈ കവിതയുടെ അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ മുകളിൽ. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ആരാണ് അവകാശി എന്ന കഥ ഞാനിപ്പോൾ പറഞ്ഞു തരാം. എന്നിട്ട് ഈ കഥയും നമ്മൾ വായിച്ച 4 വരി കവിതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് എഴുതണം. ആരാണ് അവകാശി? ഒരു ദിവസം സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ കൂടി ഒരു നദീതീരത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം അരയന്നങ്ങൾ പറന്നു പോകുന്നുണ്ടായിരുന്നു. അവയുടെ പറക്കലിന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ അതിൽ നിന്നൊരു പക്ഷി സിദ്ധാർത്ഥ രാജകുമാരന്റെ മുൻപിൽ വീണു. അതിന്റെ ഒരു ചിറകിനടിയിൽ ഒരമ്പ് തറച്ചിരുന്നു. സിദ്ധാർത്ഥ രാജകുമാരൻ അത് മെല്ലെ മാറ്റി പക്ഷിയുടെ മുറിവ് കെട്ടി അതിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ സിദ്ധാർത്ഥന്റെ ബന്ധുവായ ദേവദത്തൻ അവിടെ ഓടിയെത്തി. താൻ അമ്പെയ്തു വീഴ്ത്തിയ പക്ഷിയെ എടുക്കാനായിരുന്നു അയാൾ വന്നത്. എന്നാൽ സിദ്ധാർത്ഥൻ മുറിവ് പറ്റിയ പക്ഷിയെ കൊടുക്കാൻ തയ്യാറായില്ല. ആ പാവം പക്ഷിയുടെ ജീവൻ രക്ഷിച്ച തനിക്ക് അവകാശപ്പെട്ടതാണ് ആ പക്ഷി എന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. പക്ഷേ സുഖം പ്രാപിച്ചപ്പോൾ സിദ്ധാർത്ഥൻ അതിനെ സ്വതന്ത്രമാക്കി. കഥ മനസ്സിലായല്ലോ മക്കളെ? ഇവിടെ ദേവദത്തൻ അമ്പെയ്ത് വീഴ്ത്തിയ പക്ഷിയെ അരയന്തത്തെ സിദ്ധാർത്ഥൻ എടുക്കുകയും അതിന്റെ മുറിവ് കെട്ടി അതിനെ ശുശ്രൂഷിക്കുകയും അതിനെ സുഖമായ ശേഷം പറത്തിവിടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രയാക്കുകയും ചെയ്യുന്നു. ഇവിടെ തന്റെ സഹജീവികളോടുള്ള സ്നേഹമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി കഥയിലും കവിതയിലും പറഞ്ഞ ആശയങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് എഴുതി നോക്കാം. സഹോദരൻ അയ്യപ്പന്റെ സമഭാവന എന്ന കവിതയും ആരാണ് അവകാശി എന്ന കഥയും ഒരേ ആശയമാണ് പറയുന്നത്. വലിയ ജീവികൾ ചെറുജീവികളെ പിടിച്ച് തിന്നുക എന്നതാണ് കാടിന്റെ നിയമം അല്ലെങ്കിൽ മൃഗങ്ങളുടെ നിയമം. എന്നാൽ മനുഷ്യധർമ്മം അതല്ല, ചെറുതിനു വലുത് തുണയാവുക എന്നതാണ്. അഥവാ ബലഹീനർക്ക് ശക്തർ തുണയാവുക എന്ന്. മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന സമഭാവന നാം ഉൾക്കൊള്ളണം. ഇതാണ് കവിതയുടെ ആശയം. ദേവദത്തൻ അമ്പെയ്ത് വീഴ്ത്തിയ പക്ഷിയെ സിദ്ധാർത്ഥ രാജകുമാരൻ രക്ഷിക്കുകയും ശേഷം അതിനെ സ്വതന്ത്രയാക്കി പറഞ്ഞയക്കുകയും ചെയ്യുന്നു. കഥയിൽ പറഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിലും നമുക്ക് സഹജീവികളോടുള്ള സ്നേഹവും സമഭാവനയും കാണാം. നോക്കൂ മക്കളെ, വിരുന്നൊരുക്കാം. സമഭാവനയും സ്നേഹവുമാണ് ലോകത്തെ സുന്ദരമാക്കുന്നത്. മീനുക്കുട്ടി വിരുന്നൊരുക്കുന്നത് നോക്കൂ. പാവയൂണ്. പാവയൂണിനൊരുക്കാം നീ പോയി പറയേണ്ടോരെ വിളിച്ചോളൂ. പാറുകയായി മീനുക്കുട്ടിയൊരാളെയും വിടുവാൻ പാടില്ല. മുറ്റത്തെ പാഴില മാറ്റി തൂത്തു നിരത്തി വെടിപ്പാക്കി. സാരി നീട്ടി പന്തലുമിട്ടു നേരം കഴിയാറായല്ലോ.
സാരമില്ല കളിയല്ലേ ഈ പാചകമൊരു കൺകെട്ടല്ലേ. പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും കോരി വിളമ്പാൻ അമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു. കാലുവെന്തു നടക്കും നായ ആകെ നനഞ്ഞൊരു പെൺപൂച്ച കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്സെത്തി. കൊമ്പുമുളയ്ക്ക കൊച്ചനരാട് പല്ലില്ലാത്ത മനുക്കുട്ടൻ കുടമണി കെട്ടിയ ചെമ്പിച്ചിപ്പയ്യരികെ താറാവിൻ കൂട്ടം കോഴിക്കൂട് തുറന്നൊരു കൂട്ടർ ചോണനുറുമ്പിൻ പട്ടം അണ്ണാർ കണ്ണൻ വേട്ടാളന്മാർ അരുമത്തുമ്പികൾ പൂമ്പാറ്റ അമ്പായ് പായും പൂങ്കുരുവി പൂച്ചെണ്ടിലുറങ്ങും തേനീച്ച ചവിറ്റിലക്കിളി മൈനകൾ മണ്ണിൽ കളിച്ചു തീരാ കുഴിയാന പാവയൂണിനു പന്തിയൊരുങ്ങിയ പഴയ യശോദ പിറക്കുന്നു. ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്കു പകയ്ക്കുന്നു. പറയുകയാണിതു കുറവായമ്മേ പലരും വരുവാനൊത്തില്ല. ഇവൾക്കു പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയിക്കാൻ. വി.എം. ഗിരിജ എഴുതിയതാണ് പാവയൂണ് എന്ന ഈ കവിത. നമുക്കിനി കവിതയിലെ ഓരോ വരികളുടെ ആശയം നോക്കാം. നോക്കൂ മക്കളെ, പാവയൂണിനൊരുക്കാം നീ പോയി പറയേണ്ടോരെ വിളിച്ചോളൂ. എന്താണ്? പാവയൂണിനാണ് ഒരുങ്ങുന്നത് അല്ലെ. ഇവര് ഊണ് വെച്ച് കളിക്കുകയാണ്. അപ്പോ കളിക്കുകയാണ്, ഊണിനൊരുങ്ങാൻ നിങ്ങൾ പറയേണ്ടവരെ വിളിച്ചോളൂ. ആരോടൊക്കെയാണ് നമുക്ക് ഈ വിശേഷം പറയേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഊണ് കഴിക്കാൻ വിളിക്കേണ്ടതെന്ന് പോയി പറഞ്ഞോളൂ, അവരെ വിളിച്ചോളൂ എന്ന് പറയാണ്. പാറുകയായി മീനുക്കുട്ടി ഒരാളെയും വിടുവാൻ പാടില്ല. മീനുക്കുട്ടി എന്താണ് ആ സമയത്ത് അവിടെ നിന്ന് പോവാണ്. എന്തിനാണ്? ആളുകളെ വിളിക്കാനല്ലേ. ഓടിപ്പോവാണ്. ഒരാളെയും വിടാൻ പാടില്ല, എല്ലാവരെയും വിളിക്കണം എന്നാണ് മീനുക്കുട്ടിയുടെ ഉള്ളിലുള്ളത്. മുറ്റത്തെ പാഴില മാറ്റി തൂത്തു നിരത്തി വെടിപ്പാക്കി. മുറ്റത്തുണ്ടായിരുന്ന ഇലകളൊക്കെ മാറ്റി മുറ്റമടിച്ചു വാരി വൃത്തിയാക്കി. സാരി നീട്ടി പന്തലും ഇട്ടു. നേരം കഴിയാറായല്ലോ. എന്നിട്ടോ സാരി എടുത്ത് പന്തലൊക്കെ ഇട്ടു. കളിക്കുന്ന സമയത്ത് പന്തലൊക്കെ ഇട്ടു. നേരം കഴിയാറായല്ലോ, നേരം ആവാറായല്ലോ. സാരമില്ല കളിയല്ലേ ഈ പാചകം ഒരു കൺകെട്ടല്ലേ. സാരമില്ല, എന്താണ്, നേരം വൈകിയാലും കുഴപ്പമില്ല, ഇത് എന്താണ്, ഒരു കളിയാണ് അല്ലെ, കളിയാണ്. അതുപോലെ ഈ പാചകം എന്താണ്, കളിയുടെ ഒരു ഭാഗമാണ്, കൺകെട്ടല്ലേ. പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും എന്തൊക്കെ കൊണ്ടാ കളിക്കുന്നത്? പ്ലാവില ഉണ്ട്, പിന്നെ കറുകയുണ്ട്, ഉണക്കത്തോലും, പിന്നെ പൂവുണ്ട്, കോലുകളുണ്ട്, ചെഞ്ചരലും ചരലും ഉണ്ട് അല്ലെ. ഇതൊക്കെ കൂടെ വെച്ചാണ് അവര് ഭക്ഷണം വിളമ്പുന്നത്, അല്ലെങ്കിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഈ സാധനങ്ങളൊക്കെ വെച്ചാണ്. കോരി വിളമ്പാൻ അമ്മ വരുമ്പോൾ ആരാർ വന്ന് നിരക്കുന്നു. മീനുക്കുട്ടിയാണല്ലേ അമ്മ വരുന്ന സമയത്ത് ആരൊക്കെയാ വന്ന് നിരക്കുന്നത്? ആരൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത്? കാലുവെന്തു നടക്കും നായ ആകെ നനഞ്ഞൊരു പെൺപൂച്ച കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്സെത്തി. ആരൊക്കെയാ വരുന്നത്? കാലുകൊണ്ട് വയ്യാത്ത നായയുണ്ട്, അതുപോലെ ആകെ നനഞ്ഞു കുളിച്ച പൂച്ചയുണ്ട്, പിന്നെയോ കാലൊടിഞ്ഞ് കണ്ണില്ലാത്തൊരു കാക്കയുണ്ട് അല്ലെ. പിന്നെ കൊമ്പു മുളയ്ക്ക കൊച്ചനൊരാട്, ചെറിയൊരു ആട്ടിൻകുട്ടി ഉണ്ട്, കൊമ്പ് മുളയ്ക്കാത്തൊരു ആട്ടിൻകുട്ടി ഉണ്ട്, പല്ലില്ലാത്ത മനുക്കുട്ടനുണ്ട്, കുടമണി കെട്ടിയ ചെമ്പിച്ചിപ്പയ്യരികെ താറാവിൻ കൂട്ടം. അതുപോലെ കുടമണി കെട്ടിയൊരു പയ്യുണ്ട്, പൈക്കിടാവുണ്ട്, അതിന്റെ അരികിൽ തന്നെ ഒരുപാട് താറാവിൻ കൂട്ടങ്ങളുണ്ട്. കോഴിക്കൂട് തുറന്നൊരു കൂട്ടർ, അതുപോലെ കോഴിക്കൂട് തുറന്നാരാ വരിക? കോഴികളാണല്ലേ, കോഴികളുണ്ട്. ചോണനുറുമ്പിൻ പടയോട്ടം, ചോണനുറുമ്പുകൾ ഒരുപാടുണ്ട്. അതുപോലെ അണ്ണാർ കണ്ണനുണ്ട്, വേട്ടാളന്മാരുണ്ട്, അരുമത്തുമ്പികളുണ്ട്, പൂമ്പാറ്റ, അമ്പായ് പായും പൂങ്കുരുവി, പൂമ്പാറ്റയുണ്ട്, കുരുവികളുണ്ട്, പൂച്ചെണ്ടിൽ ഉറങ്ങും തേനീച്ച, പൂച്ചെണ്ടിൽ ഉറങ്ങുന്ന, പൂവിൽ ഉറങ്ങുന്ന തേനീച്ചയുണ്ട്, ചവിറ്റില കിളി, മൈനകൾ, മണ്ണിൽ കളിച്ചു തീരാ കുഴിയാന, മണ്ണിലുള്ള കുഴിയാനകളുണ്ട്. അങ്ങനെ ഒരുപാട് ജീവികൾ ചോറ് കഴിക്കാൻ വന്നു. പാവയൂണിനു പന്തിയൊരുങ്ങിയ പഴയ യശോദ പിറക്കുന്നു. പാവയൂണിന്, അതായത് കളിക്കുന്ന ഈ ഭക്ഷണം ഉണ്ടാക്കി കളിക്കുന്ന ഈ കളിക്ക്, ഊണിന് പന്തലൊരുങ്ങുന്ന സമയത്ത് പഴയ യശോദ പിറന്നു. ആരാ പഴയ യശോദ? കൃഷ്ണന്റെ അമ്മയാണല്ലേ, കണ്ണന്റെ അമ്മയാണ്. ലോകത്തെ മുഴുവൻ ചരാചരങ്ങളെയും ഒന്നായി സ്നേഹിച്ച യശോദ പിറന്നു. ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്ക് പകയ്ക്കുന്നു. ആരാണിവര്? പ്രപഞ്ചം മുഴുവൻ ഉള്ളവരാണല്ലേ ഇവര്. എന്താണ്? പ്രപഞ്ചം മുഴുവൻ ഉള്ളവരാണ് ഇവര്. ആയമ്മയ്ക്ക് പകയ്ക്കുന്നു. എന്താണ്? പേടി വന്നു. എന്തുകൊണ്ടാ പേടി വന്നത്? പറയുകയാണിതു കുറവായമ്മേ പലരും വരുവാനൊത്തില്ല. അപ്പൊ എന്താ പറയുന്നത്? കുറവായി, ഭക്ഷണം ഉണ്ടാക്കിയത് കുറവായിട്ടുണ്ട്, തികയോ എന്നൊരു പേടിയുണ്ട് അല്ലെ. അപ്പൊ പലരും വരുവാനൊത്തില്ല. എന്താണ്? പലർക്കും വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.
ഇവൾക്കു പുഞ്ചിരി ഉണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയ്ക്കാൻ. അപ്പൊ എന്താ കവി പറയുന്നത്? മീനുക്കുട്ടിയുടെ അല്ലെങ്കിൽ ഇവളുടെ മീനുക്കുട്ടിയുടെ പുഞ്ചിരി കണ്ടാൽ തന്നെ ഒരൊറ്റ വറ്റാണെങ്കിൽ പോലും ഇവളുടെ പുഞ്ചിരി കണ്ടാൽ എല്ലാവരുടെയും വയറ് നിറയ്ക്കാൻ പറ്റുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവികളെയും സ്നേഹത്തോടെ കാണുന്ന ഒരു ചെറിയ കുട്ടിയുടെ കവിതയാണല്ലേ ഇത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, കവിത താളമിട്ട് ചൊല്ലൂ. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല താളത്തിൽ ഈ കവിത ചൊല്ലിക്കൊടുക്കുക. ചോദ്യം 2, മീനുക്കുട്ടി പറയുകയാണ്, ഇത് കുറവായമ്മേ, പലരും വരുവാനൊത്തില്ല. സദ്യക്കിനി ആരെല്ലാം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ജീവികളുടെ പേരെഴുതാം. പച്ചത്തുള്ളൻ, ഓന്ത്, വണ്ട്, കുരുവി, ചിതൽ, പഴുതാര, തവള, മുയല് തുടങ്ങി നിങ്ങൾക്ക് ഏതൊക്കെ ജീവികളെ കിട്ടുന്നോ അതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ചോദ്യം 3, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന വരികൾ കണ്ടെത്തൂ. തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് ചുരുക്കി എഴുതൂ. ഞാനിവിടെ 2 വരികൾ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, നോക്കൂ. ആദ്യത്തെ വരി, ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ. കവിതയുടെ കേന്ദ്ര ആശയമായ പ്രപഞ്ചത്തോടുള്ള സ്നേഹവും എല്ലാ ജീവജാലങ്ങളോടുമുള്ള സമഭാവനയും ഈ വരികളിൽ വ്യക്തമാകുന്നു. രണ്ടാമത്തേത്, ഇവൾക്ക് പുഞ്ചിരി ഉണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയ്ക്കാൻ. എല്ലാവരെയും ഊണിന് വിളിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലല്ലോ എന്നോർത്ത് മീനുക്കുട്ടി ഭയക്കുന്നു. എന്നാൽ മുഴുവൻ ആളുകളും വന്നിട്ടില്ലെന്നും വന്നവരുടെ വയറ് നിറയ്ക്കാൻ മീനുക്കുട്ടിയുടെ പുഞ്ചിരി തന്നെ മതി എന്നുമായിരുന്നു മറുപടി. കവി സൂചിപ്പിച്ചിരിക്കുന്ന ഈ വരികളിൽ നിന്നും മീനുക്കുട്ടിയുടെ സ്വഭാവം പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ 2 വരികൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ചോദ്യങ്ങളും അതുപോലെ പാഠഭാഗവും ഒക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്